സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിനകത്ത് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബ്രെസൻഹാംസ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ബ്രെസൻഹാംസ് അൽഗോരിതം ഇസ് ഓൾസോ യൂസ് ഫോർ സർക്കിൾ ഡ്രോയിങ്. നമ്മൾ നേരത്തെ ബ്രെസൻഹാംസ് ലൈൻ ഡ്രോയിങ്ങിനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബ്രെസൻഹാംസ് അൽഗോരിതം ഇസ് യൂസ്ഡ് ഫോർ സർക്കിൾ ഡ്രോയിങ്. ഇൻ ദിസ് അൽഗോരിതം വി വിൽ സെലക്ട് ദി ക്ലോസസ്റ്റ് പിക്സൽ പൊസിഷൻ ടു കംപ്ലീറ്റ് ദി ആർക്ക്. അതായത് നമ്മൾ ആ ആർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ സർക്കിൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പിക്സൽ പൊസിഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. We cannot represent the continuous arc in the raster display system. The different parts of the algorithm is that we only use arithmetic integers. We can perform the calculation faster than other algorithm. ഈ അൽഗോരിതത്തിനകത്താണ് നമുക്ക് മറ്റുള്ള അൽഗോരിതത്തിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ഫാസ്റ്ററായിട്ട് കാൽക്കുലേഷൻസ് നടത്താൻ പറ്റുന്നത്. അടുത്ത നമുക്ക് അൽഗോരിതത്തിന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് റേഡിയസ് 6 ഉണ്ട്. നമ്മൾ ആദ്യം ഒരു സർക്കിൾ XC YC എന്ന് പറയുന്ന സെൻറ്ററുള്ളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. ആ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ X0 Y0 എന്ന് പറയുന്ന സർക്കിൾ കൺസിഡർ ചെയ്ത് അതിൻ്റെ കോർഡിനേറ്റ് 0 R എന്നും പറഞ്ഞ് നമ്മൾ എഴുതുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡിസിഷൻ പാരാമീറ്റർ P0 കണ്ടുപിടിക്കുക. P0 = 3 - 2R. ഇത് കാണാതെ പഠിച്ചു വെക്കണം. P0 = 3 - 2R. അത് കഴിഞ്ഞിട്ട് xk is equal to xk പൊസിഷൻ. at each xk പൊസിഷൻ സ്റ്റാർട്ടിങ് at k is equal to 0. കെയുടെ വാല്യൂ 0 തൊട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്ത് തുടങ്ങുന്നത്. അവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് PK എന്ന് പറയുന്നത് 0യെക്കാട്ടിലും ലെസർ ആയിരിക്കണം. ഒന്ന് PK എന്ന് പറയുന്നത് 0യെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കണം. അപ്പം എവിടെ നോക്കി, ഫസ്റ്റ് കേസ് PK ലെസ് ദാൻ 0. ഈ കേസ് വരുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? XK ഉണ്ട്, YK ഉണ്ട്, PK ഉണ്ട്, PK + 1. അപ്പം XK എന്ന് പറയുന്നത് XK + 1 ആയിരിക്കും. YK എന്ന് പറയുന്നത് YK തന്നെ ആയിരിക്കും. ഒരു ചേഞ്ചും കാണത്തില്ല. PK + 1 എന്ന് പറയുന്നത് PK + 4XK + 1 + 6. ഇതൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ഇപ്പോൾ PK ലെസ് ദാൻ 0 ആണെങ്കിൽ XK എന്ന് പറയുന്നത് XK + 1 ആയിരിക്കും. YK എന്ന് പറയുന്നത് YK ആയിരിക്കും. PK + 1 എന്ന് പറയുന്നത് PK + 4XK + 1 + 6 എന്നായിരിക്കും വരുന്നത്. അടുത്ത സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് PK ഗ്രേറ്റർ ദാൻ 0. 0യെക്കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ XK എന്ന് പറയുന്നത് XK + 1 ആയിരിക്കും. YK എന്ന് പറയുന്നത് YK - 1 ആയിരിക്കും. PK + 1 എന്ന് പറയുന്നത് PK + 4 × XK + 1 - YK + 1 പ്ലസ് ഒരു 10 കൂടി ഉണ്ട്. ഇതാണ് ഇക്വേഷൻ. PK + 1 = PK + 4 whole into XK + 1 - YK + 1 + 10. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 4 ആയിട്ട് ഡിറ്റർമൈൻ ദ സിമെട്രി പോയിൻറ്റ്സ് ഇൻ അതർ 7 ഒക്ടൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം ഇവിടുത്തെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നതെങ്കിൽ ബാക്കി 7 ഒക്ടൻറ്റിൻ്റെയും പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഓരോ പിക്സൽ അതിപ്പോൾ പിക്സൽ പൊസിഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യണം. XKയെ നമ്മൾ Yയെ നമ്മൾ XC YC സെൻറ്ററുള്ള സർക്കിളിലോട്ട് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്തുവാ? നേരത്തെ പഠിച്ചത് തന്നെ. X = X + XC, Y = Y + XC. സ്റ്റെപ്പ് 6 ആയിട്ട് റിപ്പീറ്റ് ദ സ്റ്റെപ്പ് 3 until X greater than or equal to Y. ഇതിനും കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസിനകത്ത് ഇറ്റ് ഈസ് എ സിമ്പിൾ അൽഗോരിതം. ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഈസിലി. ഇറ്റ് ഈസ് ടോട്ടലി ബേസ്ഡ് ഓൺ ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ, that is x² + y² = r². Disadvantages, there is a problem of accuracy while generating points. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ നിയറസ്റ്റ് പോയിൻ്റാണ് എടുക്കുന്നത്. ചില സമയങ്ങളിൽ അക്യുറസിയിൽ ഒരു പ്രോബ്ലം വരാറുണ്ട്. This algorithm is not suitable for complex and high graphic images.